മലയാള സിനിമയിലെ പാട്ടുകൾക്ക് ഒരു ഗന്ധർവ സ്പർശമുണ്ടായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി. കോഴിക്കോടിന്റെ കരകളഞ്ഞ നാട്ടുഭാഷയും പവിത്രമായ പ്രണയവും നീറുന്ന വേദനയും ആ പേനത്തുമ്പിലൂടെ ഒഴുകി വന്നപ്പോൾ പിറന്നത് മലയാളികൾ നെഞ്ചേറ്റിയ ആയിരക്കണക്കിന് ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങളാകുന്നു. എങ്കിലും ആ വരികൾ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ പ്രത്യേകത ഏറ്റവും ലളിതമായ വാക്കുകൾ കൊണ്ട് ഏറ്റവും വലിയ വികാരങ്ങളെ അദ്ദേഹം തൊട്ടുണർത്തിയെന്നതായിരുന്നു. IV ശശിയും ലോഹിതദാസും തൊട്ട് പ്രിയദർശൻ വരെ ആ വരികൾക്കായി കാത്തുനിന്നു. സംഗീത സംവിധായകൻ ഒരു ട്യൂണിട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ പല്ലവി തയ്യാറാക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരി ഒരു വിസ്മയമായിരുന്നു. ഗിരീഷെ പല്ലവിയായോ എന്ന് ചോദിച്ചു തീരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേനത്തുമ്പിൽ നിന്ന് വരികൾ വീണിട്ടുണ്ടാകും. വിദ്യാസാഗറുമായുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് മലയാള സിനിമയിലെ സുവർണ കാലഘട്ടമായിരുന്നു. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലം മുതൽ മീശമാധവൻ വരെ ആ മാജിക് നമ്മൾ കണ്ടതാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും വേണ്ടി അദ്ദേഹം എഴുതിയ പാട്ടുകൾ ഇന്നും സൂപ്പർ ഹിറ്റുകളാണ്. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പതിനിസ്വരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രണയം വിരിയുന്നില്ലേ? കർമ്മം കൊണ്ട് കവി, ഹൃദയം കൊണ്ട് സുഹൃത്ത്, ഇതായിരുന്നു ഗിരീഷ്. കോഴിക്കോട്ടെ പാളയം അങ്ങാടിയും മിഠായി തെരുവും അദ്ദേഹം ആ ഈണങ്ങളിലൂടെ അദ്ദേഹം ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മലയാളിയുടെ ഓരോ വികാരത്തിനും ഒരു പുത്തഞ്ചേരി പാട്ടുണ്ട് എന്നതാണ് സത്യം. പ്രിയപ്പെട്ട ഗിരീഷേട്ടാ, നിങ്ങളില്ലാത്ത മലയാള സിനിമയ്ക്ക് ഇന്നും എവിടെയോ ഒരു താളപ്പിഴയുണ്ട്. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. Subscribe to One India and never miss an update.